إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും തന്നാൽ കഴിയുന്ന രൂപത്തിൽ ജീവിക്കണമെന്ന് സ്വന്തം നഫ്സിനോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവൻ്റെ തുടിപ്പാരംഭിച്ച് പിന്നീട് മരണം വന്നെത്തി ഖബറിലേക്ക് ഇറക്കി വെക്കപ്പെടുന്ന സമയം വരെ അള്ളാഹുവിൻ്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരാണ് നാം എല്ലാം. എത്ര അനുഗ്രഹങ്ങളാണ് നമ്മൾ ആസ്വദിച്ചത്, എന്തെല്ലാമാണ് ഇവിടെ അനുഭവിച്ചത് എന്നൊന്ന് എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചാൽ അത് അസാധ്യമാണ്. അതൊരിക്കലും ഒരു മനുഷ്യനും എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തിയിട്ട് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു, വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. നിങ്ങൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ എണ്ണിക്കണക്കാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ലാ തുഹ്സൂഹാ, നിങ്ങൾക്കതിനെ കണക്കാക്കാൻ കഴിയില്ല. പിന്നീട് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. വിശുദ്ധ ഖുർആനിൽ 2 തവണ ഇതേ ആശയം ആവർത്തിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്കാണ് ലഭിച്ചതെന്ന് നമുക്ക് തോന്നിപ്പോകും. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വഅസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാതിന. അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ മേൽ പ്രത്യക്ഷമായും പരോക്ഷമായും വിശാലമാക്കിയിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശരീരഭാഗങ്ങളെ നമ്മളെന്നും ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ അത് നേർക്കുനേരെ കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഇടത്തെ ഭാഗത്ത് ഹൃദയമുണ്ട്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ മിടിച്ചു തുടങ്ങിയ ഹൃദയം ഇന്നും അത് നിലക്കാതെ മുന്നോട്ട് പോവുകയാണ്. ആ ഹൃദയത്തെ നമ്മുടെ കൈവെള്ളയിലെടുത്തിട്ട് അതൊന്ന് കണ്ടാസ്വദിക്കാനും ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് അള്ളാഹു പറഞ്ഞത്, പ്രത്യക്ഷമായതും പരോക്ഷമായതും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ അനുഗ്രഹങ്ങൾ അള്ളാഹു നിങ്ങളുടെ മേൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിലെ കിഡ്നി എന്ന അവയവം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ രോഗിയാകുന്നത് കിഡ്നി പേഷ്യൻ്റായിട്ടാണ്. ആ കിഡ്നി എന്ന അനുഗ്രഹത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹൃദയമെന്ന അനുഗ്രഹത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാഹു ഒരു വർഗത്തിനും നൽകാത്ത, ഒരു സൃഷ്ടിപ്പിനും നൽകാത്ത ബുദ്ധി എന്ന സവിശേഷതയെ നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നവരാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, ഹിദായത്ത് കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ യഖീൻ എന്ന ദറജ കഴിഞ്ഞാൽ, ദൃഢമായ വിശ്വാസം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് ആഫിയത്താണ്, സൗഖ്യമാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമിഅതു യഖ്തുബു നാസ
ഞാൻ ജനങ്ങൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾക്ക് ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടു. എങ്ങനെയാണ് പ്രവാചകൻ പറഞ്ഞത്? ഫഇന്നൻ നാസ ലം യുഅതൗ ബഅദൽ യഖീനി ശൈഅ ഖൈറൻ മിനൽ ആഫിയ. ആഫിയത്തിനേക്കാൾ ഖൈറായ ഒന്ന് യഖീനിന് ശേഷം, ദൃഢമായ വിശ്വാസത്തിന് ശേഷം അല്ലാഹു വേറൊന്നും ഒരാൾക്കും നൽകിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിയുറച്ച് വിശ്വസിക്കുക എന്ന ഹിദായത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ അനുഗ്രഹം. പ്രവാചകന്മാരുടെ കുടുംബക്കാർക്ക് പലർക്കും കിട്ടാതെ പോയ അനുഗ്രഹം. നൂഹ് നബി 950 കൊല്ലം പ്രബോധനം നടത്തി. പക്ഷെ നൂഹ് നബിയുടെ ഒരു മകനും ഭാര്യയ്ക്കും അല്ലാഹു ഹിദായത്ത് കൊടുത്തില്ല. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലുല്ലാഹ്, അല്ലാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച പ്രവാചകൻ, ആ പ്രവാചകന്റെ ഉപ്പക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തില്ല. ആ പ്രവാചകന്റെ കുടുംബക്കാരനായ ലൂത്ത് നബിയുടെ ഭാര്യയ്ക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തില്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ ഇഷ്ടപ്പെട്ട പലർക്കും അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല. ആ ഹിദായത്താണ് അല്ലാഹു നമുക്ക് ഈ ഭൂമി ലോകത്ത് വെച്ച് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. അതിനുശേഷം അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹം ആഫിയത്താണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആഫിയത്ത് ഏതാണ്? നമ്മുടെ ആരോഗ്യത്തിന്റെ ആഫിയത്താണ്. നമുക്ക് അല്ലാഹു നല്ല ശരീരം നൽകിയിട്ടുണ്ട്. ആ ശരീരത്തിന് അല്ലാഹു സിഹത്ത്, ആരോഗ്യം നൽകിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രഭാത പ്രദോഷ ദിക്റുകൾ എടുത്തു നോക്കിയാൽ അതിൽ കാണാം അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത എന്നും പ്രവാചകന്റെ പ്രഭാതത്തിൽ പ്രദോഷത്തിൽ പ്രവാചകൻ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന, പ്രവാചകന്റെ ജീവിതത്തിൽ മുഴങ്ങിക്കേട്ട പ്രാർത്ഥന, ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, എത്ര മനുഷ്യരാണ് ജീവിതത്തിന്റെ ആദത്തായി മരുന്നുകളെ കൊണ്ട് നടക്കുന്നവർ, ജീവിതത്തിന്റെ ഭാഗമായി മരുന്നുകളെ കൊണ്ട് നടക്കുന്നവർ. അതെ, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുന്നത് പോലെ മരുന്ന് കഴിക്കുന്ന എത്രയോ ആളുകൾ ഈ മിമ്പറിന്റെ ചുവട്ടിൽ പോലുമുണ്ട്. എത്രയോ സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, മരുന്ന് കഴിക്കാതെ നമുക്ക് ആഫിയത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ അനുഗ്രഹീതരാണ്, വലിയ അനുഗ്രഹം ലഭിച്ചവരാണ്. സഹോദരങ്ങളെ, മരുന്ന് പോലെ ആദത്തായി കൊണ്ട് നടക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത്. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുവേ എൻ്റെ ശരീരത്തിന് ആഫിയത്ത് നൽകണം. അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, എൻ്റെ കേൾവിക്ക് നീ ആഫിയത്ത് നൽകണം. അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, എൻ്റെ കാഴ്ചക്ക് നീ ആഫിയത്ത് നൽകണം. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ വേറൊരു ആരാധ്യനില്ല റബ്ബേ എന്ന അല്ലാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ടുള്ള വാചകം പറഞ്ഞാണ് ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു വാചകം ചരിത്രത്തിൽ കാണാം. ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നഈമു ഹുവൽ അംനു വസ്സിഹ, ആരോഗ്യവും നിർഭയത്വവും ഇത് രണ്ടുമാണ് ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ കൈക്കുഞ്ഞിനെയും ഹാജറിനെയും ആരാരുമില്ലാത്ത മരുഭൂമിയിലാക്കിയിട്ട് തിരിച്ചു നടക്കുമ്പോൾ ഒരു മരത്തിന്റെ ചവിട്ടിലേക്ക് മാറി നിന്ന് ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഈ രാജ്യത്തെ നീ നിർഭയത്വമുള്ള രാജ്യമാക്കണം, സമാധാനമുള്ള രാജ്യമാക്കണം. ഇന്ന് ഏറ്റവും നിർഭയത്വമുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവിന്റെ അർളായ, അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ മക്കയാകുന്ന ഭൂമികയാണ്. ആ ഭൂമികക്ക് ആ സമാധാനം ലഭിച്ചത്, ആ നിർഭയത്വം ലഭിച്ചത് വെറുതെയല്ല. ഒരു കുടുംബത്തിന്റെ ത്യാഗമുണ്ട്, ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയുണ്ട്. സഹോദരങ്ങളെ, ഈ രാജ്യം, നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യം നമുക്ക് നിർഭയത്വം നൽകുന്നുണ്ട്. എത്രയോ മനുഷ്യരാണ് സ്വന്തം ജനിച്ച മണ്ണിൽ നിർഭയത്വം ലഭിക്കാതെ പലായനം ചെയ്തവർ, ഇന്നും ദുരിതം അനുഭവിക്കുന്നവർ, യുദ്ധത്തിന്റെ യാതനകൾ അനുഭവിക്കുന്നവർ. എന്നാൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാജ്യം, ആ രാജ്യം നമുക്ക് നൽകുന്ന നിർഭയത്വം നാം ഓർക്കണം, അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദ ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസതു ലഹു ദുനിയ. ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണം ഒരാളുടെ പക്കലുണ്ട്, അവന്റെ ശരീരത്തിന് ആഫിയത്തുണ്ട്, അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ നിർഭയത്വമുണ്ടെങ്കിൽ ഫകഅന്നമാ ഹീസതു ലഹു ദുനിയ,
ദുനിയാവ് മുഴുവൻ കരസ്ഥമാക്കിയവനെ പോലെയാണ്, ഒരു രാജാവിനെ പോലെയാണ്. ദുനിയാവ് മുഴുവൻ ഒരാൾ നേടിയെടുത്താൽ എങ്ങനെയുണ്ടാകും അതുപോലെയാണ് ഒരാൾ. അവന്റെ പ്രത്യേകത എന്താണ്? ഒരു ദിവസം കഴിക്കാനുള്ള ഭക്ഷണം അവന്റെ പക്കലുണ്ട്. നിർഭയത്വമുള്ള നാട്ടിലാണ് അവൻ ജീവിക്കുന്നത്. മാത്രമല്ല അവന്റെ ശരീരത്തിന് ആഫിയത്തുണ്ട്. സഹോദരങ്ങൾ, ഈ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എന്നിട്ടും പരാതി പറയുന്നവർ, എന്നിട്ടും പരിഭവങ്ങൾ പറയുന്നവർ, എന്നിട്ടും ഇല്ലായ്മകൾ പറയുന്നവർ. ബാങ്കിൽ ബാലൻസ് ഉണ്ടായിട്ടും, ബാങ്കിൽ ഒരുപാട് പണം, നമുക്ക് നാളുകളിലേക്ക് ജീവിക്കാനുള്ള ഫണ്ട് ഉണ്ടായിട്ട് പോലും, നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിട്ട് പോലും നമ്മുടെ ഇല്ലായ്മകൾ പറഞ്ഞു നടക്കുന്ന എത്ര ആളുകളുണ്ട്. ശരീരത്തിനൊരു കുഴപ്പവുമില്ല, എന്നിട്ടും പരാതികൾ പറയുന്നവർ. നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങൾ ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ രാജാവാണെന്നാണ് പറയുന്നത്. നമ്മൾ ലോകം മുഴുവൻ നേടിയെടുത്തവനെ പോലെയാണെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അനുഗ്രഹങ്ങളെ തിരിച്ചറിയണം. ഈ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് റഹ്മാനായ റബ്ബിന് നമുക്ക് ശുക്ർ ചെയ്യാൻ കഴിയണം. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കണം. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്, നിങ്ങൾ അല്ലാഹുവിനോടെങ്ങാനും അതേ നന്ദികേട് കാണിച്ചാൽ എൻ്റെ ശിക്ഷ കഠിനമാണെന്ന് അല്ലാഹു താക്കീത് നൽകുകയാണ്. എങ്ങനെയാണ് അല്ലാഹുവിന് നന്ദി കാണിക്കേണ്ടത്? നിർഭയത്വവും പട്ടിണിയിൽ നിന്ന് ഭക്ഷണവും നൽകി ഖുറൈശി സമൂഹത്തെ അല്ലാഹു അനുഗ്രഹിച്ചപ്പോൾ അവരോട് അല്ലാഹു പറഞ്ഞ വാചകമാണ് അല്ലാഹുവിന് നന്ദി കാണിക്കേണ്ട രൂപം. ഫല്യഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്ത്, അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്ന ഖുറൈശികളോട് അല്ല പറയുന്നു, ഫല്യഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കണം, റബ്ബ ഹാദൽ ബൈത്ത്, ഈ വീടിന്റെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം. അവൻ എങ്ങനെയുള്ളവനാണ്? അല്ലദീ അത്അമഹും മിൻ ജൂഅ്, നിങ്ങൾക്ക് പട്ടിണിയിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം നൽകിയവനാണ്. അതേപോലെ തന്നെ വആമനഹും മിൻ ഖൗഫ്, നിർഭയത്വം നൽകി ഭയത്തിൽ നിന്ന്. അബ്രഹത്തും സൈന്യവും കഅബാലയം പൊളിക്കാൻ വരുമ്പോൾ ആ സമൂഹത്തിന് അബ്രഹത്തിന്റെ സൈന്യത്തിൽ നിന്ന് നിർഭയത്വം നൽകിയത് അല്ലാഹുവാണ്. ആ സമൂഹത്തെ നശിപ്പിച്ചപ്പോൾ യമനിലേക്ക് കച്ചവടത്തിന് വേണ്ടി അവർക്ക് യാത്ര പോകാൻ കഴിഞ്ഞു. ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി യാത്ര പോകാൻ കഴിഞ്ഞു. അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഫീലിനോട് ചേർത്തുകൊണ്ടാണ് അള്ളാഹു സൂറത്തുൽ ഖുറൈശിനെ ചേർത്തു വച്ചത്. പണ്ഡിതന്മാർ പറഞ്ഞു, സൂറത്തുൽ ഫീലും സൂറത്തുൽ ഖുറൈശും ഒരേ അധ്യായമായി എണ്ണിയവരുണ്ട്. കാരണം സൂറത്തുൽ ഫീലിൽ പരാമർശിച്ച ആ വിഷയം ഖുറൈശികൾക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹമാണ്. നിർഭയത്വം നൽകി, അള്ളാഹു ഭക്ഷണം നൽകി. അവർ ചെയ്യേണ്ടത് എന്തുമാത്രമാണ്? ഫല്യഅ്ബുദൂ, നിങ്ങൾ ആ റബ്ബിനെ ആരാധിക്കണം. സഹോദരങ്ങളെ, നമ്മളെ സൃഷ്ടിച്ച് സംവിധാനിച്ചൊരു റബ്ബുണ്ട്. ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സുജൂദുകളും നമ്മുടെ തേട്ടങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സഹായതേട്ടങ്ങളും എല്ലാം റഹ്മാനായ റബ്ബിനോട് മാത്രമായിരിക്കണം. ഒരു ചരട് കെട്ടിക്കൊണ്ടുപോലും അള്ളാഹുവിലേക്ക് ശിർക്ക് വെക്കാൻ പാടില്ല. ഒരു ഏലസുമുറുക്കും കെട്ടിക്കൊണ്ടുപോലും അള്ളാഹുവിലേക്ക് ശിർക്ക് വെക്കാൻ പാടില്ല. തവക്കൽതു അലല്ലാഹ് എന്ന് വലിയ ബോർഡ് എഴുതി വെക്കും. പക്ഷേ അവന്റെ വാഹനത്തിന്റെ സ്റ്റിയറിംഗിൽ ഉണ്ടാകും ഒരു പച്ചപ്പട്ട്. അവന്റെ വീടിന്റെ മുമ്പിൽ എഴുതി വെക്കും, ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതെന്റെ റബ്ബിന്റെ ഔദാര്യമാണ്. പക്ഷെ അവിടെയും ഉണ്ടാകും പല എഴുത്തുകുത്തുകളും. അതായത് അല്ലാഹു അല്ലാത്തവരിലേക്ക് അവന്റെ ഹൃദയം ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലാത്തവരിലേക്കാണ്. പക്ഷെ ബാഹ്യമായ ചിലതൊക്കെ അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അത് തൗഹീദാവുകയില്ല, അത് കപട വിശ്വാസമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അടിയുറച്ച തൗഹീദിലൂടെ അല്ലാഹുവിലേക്ക് നന്ദി കാണിക്കാൻ കഴിയണം. ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ എൻ്റെ റബ്ബിനെ അല്ലാതെ ഒരാളെയും ഞാൻ വിളിച്ചു പ്രാർത്ഥിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് മരണം വരെ അല്ലാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ മൻ തബിഅഹും ബിഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്തു ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെട്ട കാര്യങ്ങളെയും അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളെയും പ്രവാചകൻ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു സംഗതി, അള്ളാഹു വെറുക്കുന്ന കാര്യത്തെ എണ്ണിയപ്പോൾ പറഞ്ഞത്
ഇന്നല്ലാഹ കരിഹ ലക്കും സലാസ, അള്ളാഹു 3 കാര്യങ്ങളെ നിങ്ങൾക്ക് വെറുത്തിരിക്കുന്നു. ആ 3 കാര്യങ്ങളിൽ പ്രവാചകൻ മൂന്നാമതായി എണ്ണിപ്പറഞ്ഞത് ഖീല വഖാല, പറയപ്പെട്ടത് മറ്റൊരിടത്ത് പറയുക. നമ്മൾ മറ്റുള്ളവരോട് പറയും, ഞാൻ അങ്ങനെ കേട്ടു, ഇന്നാൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരാളുടെ അടുക്കൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണ കാര്യം അള്ളാഹു വെറുക്കുന്നു. നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവൂല, കണ്ടിട്ടുണ്ടാവൂല, പക്ഷെ മറ്റൊരാൾ പറഞ്ഞത് നമ്മൾ വേറൊരു സ്ഥലത്ത് എന്ത് ചെയ്യും, അത് അവതരിപ്പിക്കും. ഒരുപാട് ആളുകൾ കൈമറിഞ്ഞു വന്ന വാർത്തയായിരിക്കും അത് മറ്റൊരിടത്ത് എത്തുമ്പോൾ കളവായിട്ടുണ്ടാവും. ഇത് നമ്മുടെ ആഫിയത്തിനെ ബാധിക്കും, നമ്മുടെ ആരോഗ്യത്തിന് ചേർന്ന ഒരു സ്വഭാവമല്ല ഖീല വഖാല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടത് പറയല് നമ്മുടെ ആരോഗ്യത്തിന് ചേർന്നതല്ല. അപ്പം ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഫിനി ഫി ബദനി, ആഫിനി ഫി സമഇ, ആഫിനി ഫി ബസ്വരി എന്ന് പറയുമ്പോൾ ആരോഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോഷണം മാത്രമല്ല, പിന്നെയോ നമ്മുടെ നാവും നമ്മുടെ കാതും നമ്മുടെ കണ്ണും നമ്മുടെ ഖൽബും തെറ്റുകൾ ചെയ്യാതെ തിന്മകൾ ചെയ്യാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതാണ് ആഫിയത്തിൻ്റെ പൂർണ്ണത. പ്രവാചകന്റെ ഹദീസിൽ കാണാം, പ്രവാചകൻ ശിക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ കണ്ടു. ചോദിക്കപ്പെട്ടപ്പോൾ ഇന്നഹു റജുലുൻ കദ്ദാബ്, അവൻ അങ്ങേയറ്റം കളവ് പറയുന്ന ഒരു മനുഷ്യനാണ്. യക്ദിബുൽ കദ്ബ, അവനിങ്ങനെ കളവ് പറയും. ഫതുഹ്മലു അൻഹു ഫിൽ ആഫാഖ്, ആ കളവുകൾ ദിക്കുകളിൽ മുഴുവൻ പരന്നിട്ടുണ്ടാകും, വ്യാപിച്ചിട്ടുണ്ടാകും. ഇങ്ങനെ കളവ് പറയുന്ന ഒരു മനുഷ്യനെ ശിക്ഷിക്കപ്പെട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യന് കളവ് പറഞ്ഞവനായിട്ട് എങ്ങനെയാണ് വിലയിരുത്തുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ, കേട്ടതൊക്കെ പറഞ്ഞാൽ മതി അവൻ കളവ് പറഞ്ഞവനാകുന്നു. നമ്മൾ കേട്ടു, അത് മറ്റൊരാളോട് വെറുതെ പറഞ്ഞാൽ മതി, ചിലപ്പോൾ നമ്മൾ കളവ് പറഞ്ഞവനായി മാറും. കാരണം ആ കേട്ടത് സത്യമാകണമെന്നില്ല. അപ്പൊ കേട്ട വാർത്തയെപ്പറ്റി കൃത്യമായി നമ്മൾ അറിയാതെ, നിജസ്ഥിതി അറിയാതെ വേറൊരാളോട് നമ്മൾ എന്ത് ചെയ്യരുത്, പറയപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നൊരാൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് പറയരുത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, നമ്മളിൽ അധികം ആളുകളും കളവ് പറഞ്ഞവരായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ നാവ് നാളെ റബ്ബിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. നമ്മുടെ കണ്ണും കാതും ഹൃദയവുമെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള തിന്മകളിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെറുതും വലുതുമായി ചെയ്ത മുഴുവൻ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മയെല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടുപോയ വിശ്വാസികളായ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, അവരുടെ എല്ലാം ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് മുസ്ലിമീങ്ങൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, യുദ്ധത്തിൻ്റെ പ്രയാസങ്ങളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും അള്ളാഹു സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أدم على دولة الإمارات والاستقرار والأمان. اللهم وفق رئيس الدولة وحكام الإمارات. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى جارك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ودعاءنا وصلاتنا وصيامنا وقيامنا والصالحات أعمالنا وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. أقم الصلاة.